ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് എൻ്റെ ഈ ഒരു സെപ്റ്റം പിയേഴ്സിങ്ങിനെ പറ്റിയിട്ടാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഒരു 2-3 മന്ത് കഴിഞ്ഞു ഞാനത് സെപ്റ്റം പിയേഴ്സിങ് ചെയ്തിട്ട്. ഞാനിപ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഹീലായോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു 2 ഇയർ ബാക്ക് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സെപ്റ്റം പിയേഴ്സിങ് ചെയ്യണമെന്ന്. അതിന് മുൻപ് എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ ഞാനൊരു ഭയങ്കര എന്താ പെയിൻ ടോളറൻസ് ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഐ തോട്ട് ഭയങ്കര വേദനയായിരിക്കുമെന്ന്. ഞാൻ എൻ്റെ നോസ് പിയേഴ്സിങ് ചെയ്തപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരി വരും, എന്നാലും ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ട്രൂത്താണ് ഞാൻ പറഞ്ഞതൊക്കെ. അത്രയും സ്ട്രഗിൾ ചെയ്താണ് ഞാനിത് ഹീൽ ചെയ്തെടുത്തത്. ചില ബോഡീസ് ഉണ്ടാവുമല്ലോ, വേഗം അവരുടെ മേത്ത് ഇങ്ങനെ മുറിവൊന്നും ഉണങ്ങില്ല, അങ്ങനത്തെ ഒരു ബോഡി ടൈപ്പാണ് എൻ്റെ. അപ്പോൾ പിന്നെ മൂക്കിൻ്റെ ഉള്ളിലല്ലേ നമ്മളിത് പിയേഴ്സ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിനകത്തുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനും എൻ്റെ അനിയനും കൂടെ പോയിട്ടാണ് സെപ്റ്റം പിയേഴ്സിങ് ചെയ്തത്. ആൻഡ് അപ്പോൾ ഞാനിതെൻ്റെ ഈ കാര്യം ഞാൻ വീട്ടിലങ്ങനെ പറയുമ്പം എൻ്റെ അനിയൻ പറഞ്ഞു അവനും ചെയ്യാമെന്ന്. ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അവൻ്റെ. ആൻഡ് ഐ ഫീൽ ലൈക്ക് വൗ, എനിക്കിങ്ങനെ പ്രത്യേകിച്ച് നോ പറയാനൊന്നും തോന്നില്ല, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിയേഴ്സിങ്. സോ അവന് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കഥ പറയണ പോലെ പോയി കഴിഞ്ഞാൽ ആഴൊന്നും ഞാൻ എവിടെയെങ്കിലും നിർത്തുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് അതനുസരിച്ച് ആൻസർ ചെയ്യാമെന്ന്. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെപ്റ്റം പിയേഴ്സിങ് എന്തിനാണ് സെപ്റ്റം പിയേഴ്സിങ് ചെയ്തതെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറേ ക്വസ്റ്റ്യൻസും, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും എന്തിനാ ചെയ്തത്, എന്തിനാ ഓൾറെഡി നോസ് പിയേഴ്സിങ് ഇവിടെ എനിക്കുള്ളത് റിയൽ ആയിട്ടുള്ളതാണ്, ഒട്ടിച്ചു ചെയ്യുന്നതല്ല. അപ്പോൾ അതുള്ളപ്പോൾ എന്തിനാണ് സെപ്റ്റം പിയേഴ്സിങ് ആയിട്ട് എക്സ്ട്രാ മൂക്കിൽ ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എനിക്ക് പിയേഴ്സിങ്സ് ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിങ്ങനെ എന്താണ് പറയുക, ഇതുപോലെ തന്നെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരെണ്ണം കൂടെ കുത്തണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പിന്നെ അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ലൈക്ക് അത് ഇടുമ്പോൾ ഒക്കെ കുറച്ച് സൂക്ഷിക്കേണ്ടി വരും. ഇപ്പം തന്നെ അത് വേണ്ടല്ലോ അങ്ങനെ വെച്ച് ഞാൻ എൻ്റെ ഇങ്ങനെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന പിയേഴ്സിങ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും എനിക്ക് അടുത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പിയേഴ്സിങ് ഇതാണെന്ന്. അതുകൊണ്ട് ഞാനിത് ചെയ്തു. പിന്നെ ഇതുള്ളത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ട് പിന്നെ മൂക്കിൽ വേറെ എന്തെങ്കിലും, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. പറയുന്നത് സെപ്റ്റം പിയേഴ്സിങ് പെയിൻഫുൾ ആയിരുന്നോ എന്നുള്ളതാണ്. പെയിൻഫുൾ ആയിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പെയിൻ അധികം ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഞാനൊരു ഭയങ്കര ഫ്രജൈലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അതായിരുന്നില്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് നോസ് പിയേഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോസ് പിയേഴ്സിങ്ങിൻ്റെ കാര്യത്തിന് പോയപ്പം നീഡിൽ വെച്ച് തന്നെ കുത്തില്ലേ, അങ്ങനെ ഷൂട്ടൊന്നും ചെയ്തതല്ല, പിയേഴ്സിങ് ഒക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ 3rd and 2nd പിയേഴ്സിങ് മാത്രം ഷൂട്ട് ചെയ്തതാണ്. ബാക്കി ഫസ്റ്റ് ആണെങ്കിലും പിന്നെ മൂക്കുത്തിതൊക്കെ ആണെങ്കിലും എല്ലാം സൂചി വെച്ച് കുത്തുക ചെയ്തത്. അപ്പം ഇത് ഞാൻ വേദന ഉണ്ടാവുമെന്ന് വിചാരിച്ച് വേദന സഹിക്കാം, എന്നാലും കുഴപ്പമില്ല, എനിക്ക് മൂക്കുത്തുന്നൊരു ആഗ്രഹം തോന്നി. ഞാനൊരു +1 +2 ആ ഒരു ടൈമിലായിരുന്നു കുത്തിയത്. ആ സമയത്ത് ഞാൻ നോക്കുമ്പം എനിക്കത് വേദനിച്ചില്ല, അതിന് പകരം ചെറിയൊരു ചൂട് ഫീൽ, അല്ലെങ്കിൽ ഒരു പുക, ഇങ്ങനെ നമുക്കിങ്ങനെ പെയിനിനേക്കാളും നമുക്ക് ഒരു മരവിപ്പ് ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല അന്ന് ആ ഒരു തട്ടാൻ വന്ന് ഇങ്ങനെ കുത്തി തന്നപ്പം അവരിങ്ങനെ പറഞ്ഞായിരുന്നു നല്ല കട്ടിയുള്ള, ഭയങ്കര നല്ല കട്ടിയുള്ള മൂക്കാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു ഇങ്ങനെ കുത്തി ഇറക്കാനൊക്കെ. അപ്പം ഞാൻ സെപ്റ്റം പിയേഴ്സിങ് ചെയ്യുമ്പം ഞാൻ വിചാരിച്ചില്ല എൻ്റെ മൂക്ക് ഇവിടെ ഓക്കെ, പക്ഷെ ഇവിടെയും അത്രയും തന്നെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഞാൻ ഇത് വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി ഇവിടെ കുറച്ച് ഫ്ലഷ് അല്ല ഉള്ളിൽ, അപ്പം അവിടെ വേദനിക്കില്ല എന്ന് വിചാരിച്ചാൽ പോയത്. അപ്പോൾ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് ക്ലിപ്പ് ഇവിടെ ഇടാം. സോ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ജസ്റ്റ് അങ്ങനെ ഒരു സംഭവം നമുക്കിങ്ങനെ കറക്റ്റ് നമ്മുടെ ആ ഒരു ഹോൾ എവിടെ കറക്റ്റ് വരണം എന്നറിയാൻ വേണ്ടി അങ്ങനെ ഒരു സാധനം നമുക്ക് വെച്ച് തരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയനാണത്. അപ്പോൾ ഇവന് ജസ്റ്റ് ഇങ്ങനെ വെച്ചു വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ പോണ പോലെ, ഇങ്ങനെ ആ നീഡിലിങ്ങനെ ഇതാവണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് അവന് പെയിനൊന്നുമല്ല ഉണ്ടായിരുന്നത്, ചെറിയൊരു മരവിപ്പായിരുന്നു. അത്യാവശ്യം ആൾ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവനെ എന്നേക്കാൾ മുന്നേ എറിയുന്നത്.
പക്ഷേ എൻ്റെ നോക്കുമ്പോൾ യു ഗൈസ് ക്യാൻ ക്ലിയർലി സി അതൊരു സ്മൂത്തായിട്ടല്ല അതിങ്ങനെ പോണത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ മൂക്കിന് കുറച്ച് ഇങ്ങനെ അത്രയും കട്ടിയുള്ളൊരു ഹാർഡ്നെസ്. ഇതാ കണ്ടോളൂ, കണ്ട ഒരു സെക്കൻഡ് സംഭവം കണ്ടോ, ലൈക്ക് അത് രണ്ടും അത്ത ഇങ്ങനെ ഞെക്കി ഇതാക്കേണ്ടി വരുന്നു. സോ നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, അങ്ങനെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിൽ കൂടി ഇങ്ങനെ കുത്തി ഇങ്ങനെ ആക്കും. അപ്പോൾ സാധാരണ നിങ്ങൾ ഒന്നുകൂടെ പോയി കാണാൻ മനസ്സിലാവും, എൻ്റെ ഇങ്ങനെ ആക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ തടഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോണ പോലെ എൻ്റെ അനിയൻ്റെ സാധാരണ അല്ല ഇങ്ങനെ കയറും. അതൊരു സൂചിയാണ് അങ്ങനെ കയറി പോകുന്നത്, ആ ഒരു സംഭവം. അപ്പോൾ എനിക്കെന്തോ എൻ്റെയും അത്ര സ്മൂത്തായിട്ടല്ല ആ ഒരു പ്രൊസീജിയർ നടന്നതെങ്കിലും എനിക്ക് പെയിൻ ഒന്നും എടുത്തില്ല. ഇറ്റ്സ് ലൈക്ക് ഒരു സെക്കൻഡിൽ കഴിയേണ്ട കാര്യം ഒരു 2 സെക്കൻഡിലോ 1.5 സെക്കൻഡിലോ കഴിഞ്ഞു, അങ്ങനെ ഒരു ഫീലായിരുന്നു. ആൻഡ് എനിക്കത് വേദന എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയുക, സാധാരണ അല്ല ഇങ്ങനെ ഇട്ടു, കാര്യം കഴിഞ്ഞു, ഈ സംഭവമൊക്കെ ഇങ്ങനെ കിട്ടുന്നു, ഇറ്റ്സ് ലൈക്ക് കഴിഞ്ഞു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേദനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് സെപ്റ്റം പിയേഴ്സിങ്ങിൻ്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. കെയർ എങ്ങനെയായിരുന്നു? അത് നമ്മൾ ചെയ്ത് അവിടെ നിന്ന് തന്നെ പറഞ്ഞു തന്നായിരുന്നു എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്. ഉപ്പുവെള്ളം വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യും, പിന്നെ ഒരു 2 ആഴ്ചത്തോളം അങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 3 മന്തെങ്കിലും എടുക്കും ഹീലാവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും റേഞ്ച് തന്നെ, ഒരു 3-4 മന്ത് അല്ലെങ്കിൽ 5 മന്ത് പറയാൻ പറ്റില്ല, ആ ഒരു റേഞ്ച് തന്നെ പ്രതീക്ഷിച്ചാണ് എൻ്റെ പിയേഴ്സിങ് ഞാൻ കെയർ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ആ കെയറിൻ്റെ സമയത്ത് ഞാനൊരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു കോൾഡും ഫീവറും ഒക്കെ കൂടെ. എൻ്റെ പൊന്നോ, ഒന്നാമത് നമുക്ക് മൂക്കുത്തി ആൾക്കാർക്ക് അറിയാം പിഴിയാൻ പറ്റത്തില്ലല്ലോ, നമുക്കിങ്ങനെ ഞെക്കാനൊന്നും പറ്റില്ലല്ലോ ഈ മൂക്കുത്തി ഉള്ളതുകൊണ്ട്. അപ്പം ഇതും കൂടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പിയേഴ്സിങ് കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും നമ്മളവിടെ ക്ലീൻ ഡ്രൈ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏത് നേരം ഇങ്ങനെ നോസിൽ കുറച്ച് പഞ്ഞിയും അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ബഡ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു. അന്നേരം ഭയങ്കര പാടായിരുന്നു. ഞാനിങ്ങനെ ടിഷ്യൂ വാങ്ങിച്ച് ഇങ്ങനെ വെച്ചോണ്ടേയിരിക്കും, കാരണം ആ ഒരു സമയത്ത് രാവിലെയും രാത്രിയും ഉപ്പ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം ഞാൻ ചെയ്യുമ്പം ഈ ഇതുണ്ടല്ലോ മുറിവിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ വീർത്ത് വന്നു. ബിക്കോസ് ഫുള്ള് ഇങ്ങനെ നനവ് കാരണമാണെന്ന് തോന്നുന്നു. പിന്നെ ഉപ്പുവെള്ളം വെച്ചിട്ട് വൃത്തിയാക്കിയാലും ഇങ്ങനെ നമ്മൾ മൂക്കിൽ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്മോക്ക് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന സീനായിരുന്നു. അങ്ങനെ അത് വന്നപ്പം കുറച്ചിങ്ങനെ എന്തോ പോലെ വന്നു. അയ്യോ, അപ്പം എനിക്ക് ഭയങ്കര പേടി. എനിക്കും എൻ്റെ അനിയനും സെയിം പോലെ തന്നെ, ലൈക്ക് നമ്മളൊരുമിച്ച് ആയതുകൊണ്ട് സെയിം പോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കും പനിയും ജലദോഷവും ഒക്കെ കൂടെ ആയ സീനായി. പിന്നെ അതൊരു 1 വീക്കൊക്കെ എടുത്തു നല്ലപോലെ മാറാൻ, 1.5 വീക്ക് എടുത്തു നല്ലപോലെ മാറാൻ ഈ ജലദോഷം എന്ന് പറഞ്ഞ സാധനം. അപ്പോഴേക്കും മൂക്കിൻ്റെ 2 സൈഡിലും ഈ ഒരു മെലിക്ക് ഇവിടെ നിന്നും നല്ല ഇങ്ങനെ മുഴച്ചൊക്കെ വന്നു. ഞാനിങ്ങനെ വെച്ചു അയ്യോ ഊരി കളയേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്കൊരു മരുന്ന് ഞാൻ കാണിച്ചു തരാം. അതെനിക്ക് ഞാൻ എൻ്റെ 2nd സൈഡും 3rd സൈഡൊന്നും ഇടാറില്ല, അതൊക്കെ വലിയ കാലത്ത് ഇടുള്ളൂ കേട്ടോ. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ എനിക്കൊരു ഡോക്ടറിനെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിയ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ വല്ലപ്പോഴും ഇടുമ്പോൾ അവിടെ ഇങ്ങനെ ചിലപ്പോൾ അത് പഴുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്വെല്ലിംഗ് ഒക്കെ വരും. അപ്പം എനിക്ക് ഭയങ്കര പെയിൻ ആകുമ്പോൾ ഞാൻ ആ മരുന്ന് ഇടുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ മാറും. അപ്പം പിയേഴ്സിങ്ങിന് വേണ്ടിയിട്ടൊരു മരുന്നുണ്ട്. അപ്പം അത് ഞാൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി വെക്കുന്നൊരു സാധനം, കാണാണ്ട് പോകും, ചെറിയൊരു ട്യൂബാണ്, അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ഇടാം. അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് ആരോടും ഒന്നും ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് മൂക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടു. അതിട്ട് ജസ്റ്റ് 1 വീക്കിൽ ഈ പിയേഴ്സിങ് കംപ്ലീറ്റ്ലി ഹീലായി. ഞാൻ നോക്കുമ്പോൾ ഞാൻ പിയേഴ്സിങ് ചെയ്തിട്ട് 1 മന്തിനുള്ളിൽ എൻ്റെ പിയേഴ്സിങ് ഹീലായി. ആൻഡ് ഈ മരുന്ന് ഇടാനായിട്ട് എൻ്റെ അനിയൻ അവൻ പറഞ്ഞു എന്താണ് ഡോക്ടറിനെ ഞാൻ പോയിട്ട് കാണാണ്ടോ അല്ലെങ്കിൽ അവൻ പോയിട്ട് കാണാണ്ട് അവൻ ഇടൂലെന്ന് പറഞ്ഞു. അവന് പിന്നെ ഒരു ധൈര്യക്കുറവ് ചെയ്യണോ വേണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആഫ്റ്റർ ദാറ്റ് ജലദോഷം ഈ പൊന്തി വന്നത് കുറച്ച് അധികം നാളെടുത്തിട്ടാണ് എൻ്റെ അനിയൻ്റെ മൂക്കിൽ ഇങ്ങനെ ഉപ്പുവെള്ളമൊക്കെ വെച്ചിട്ടാണെങ്കിലും അത് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണെങ്കിലും അത് താഴാൻ വേണ്ടിയിട്ട്. ആൻഡ് നൗ ഇറ്റ്സ്
അവൻ്റെയും കംപ്ലീറ്റ്ലി ഹീലായിട്ടുണ്ട്. ബിക്കോസ് ഇത് ഇപ്പോൾ ഒരു 2-3 മന്തായി, അതുകൊണ്ട് തന്നെ അത് ഹീലായി. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഹീലിംഗ് പ്രൊസീജിയർ. ലൈക്ക് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര സീനാണ്. ദ ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ പോണ സ്ഥലം അടിപൊളിയാണ്, അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ട് അവർ ചെയ്യണ ആൾക്കാരാവണം, നല്ല പ്രൊഫഷണൽസ് ആയിരിക്കണം. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ടാറ്റു ചെയ്യണം എന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ പിയേഴ്സിങ് ചെയ്തത്. ഒരു അത്യാവശ്യം കുറേ പേർക്ക് ഇൻസ്റ്റഗ്രാമിൽ വഴി അറിയിരിക്കും. പച്ചകുത്ത് എന്ന് പറഞ്ഞിട്ടൊരു ടാറ്റു സെന്റർ ഉണ്ട് നമ്മുടെ MG റോഡിൻ്റെ അവിടെ അല്ലേ? MG റോഡിൻ്റെ അവിടെ അല്ലേ? എനിക്ക് ഈ സ്ഥലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനാണ്. എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ചുമ്മാ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇടാം. എവറിബഡി നോസ്. നമ്മുടെ ഈ പിയേഴ്സിങ്ങും ടാറ്റൂസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എപ്പോഴോടെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഫീൽ ചെയ്യണു. നല്ലൊരു സ്ഥലമാണ് അവിടെ. അടിപൊളിയാണ്. ഒരു ചേട്ടനുണ്ട്, ആളാ എനിക്ക് ചെയ്തു തന്ന. ഭയങ്കര എന്താണ് പറയുക, നമ്മളിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കംഫർട്ടബിൾ ആക്കും എന്നുള്ളൊരു ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം. പേടിക്കുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കംഫർട്ടബിൾ ആകണമല്ലോ. അങ്ങനെ തന്നെയായിരുന്നു. നല്ലൊരു സർവീസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് അവിടുത്തെ ആ വൈബും അല്ലെങ്കിൽ അവർ കസ്റ്റമേഴ്സിനോടുള്ള അവരുടെ ഒരു ഡീലിങ്സും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പറഞ്ഞത് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കൊണ്ടുപോകണ സാധനം, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം. ഇപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ ഒരുപാട് സെപ്റ്റം പിയേഴ്സിൻ്റെ ഇങ്ങനത്തെ സെപ്റ്റം പിയേഴ്സിങ് റിങ്സും അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചെയ്തു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഐ മീൻ ഈ സ്ഥലത്തില്ല. ബിക്കോസ് അവരവിടെ നിന്ന് തന്നെ സ്റ്റെറൈൽ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. കുറച്ച് എന്താ പറയുക, അവരുടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ സ്റ്റീലാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് നോക്കുമ്പോൾ വീഡിയോ കൂടെ കൂടുമ്പോൾ സിൽവർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇറ്റ് ഇസ് സിൽവർ. ഇതൊരു ഗോൾഡൻ ആണ്. അപ്പോൾ ഒരു ഗോൾഡൻ കളറാണ്. അപ്പം ഇത് കളർ പോവില്ല. പിന്നെ ഭയങ്കര സേഫാണ്. നമുക്ക് കുറേ പേർക്ക് ഇങ്ങനെ ഒരുപാട് എന്താണ് പറയുക, മെറ്റലിനോടൊക്കെ റിയാക്ട് ചെയ്യും. സർജിക്കൽ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും റിയാക്ട് ചെയ്യാത്തൊരു സാധനമാണല്ലോ അതിനെ അതെടുക്കുന്നത് സർജിക്കൽ പരിപാടികളൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാകുന്ന കുറച്ചധികം ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇത് തന്നെയായിരുന്നു വേണ്ടത്. ഇത് തന്നെ വേണം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് സെയിം അത് നമുക്ക് ഇങ്ങനെ കാണാണ്ടാക്കാൻ പറ്റും. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ചില സമയത്ത് ചില ഔട്ട്ഫിറ്റിൻ്റെ കൂടെ എനിക്ക് തോന്നാറുണ്ട് ഇന്നത്തെ ഒരു ദിവസം മാത്രം ഇത് വേണ്ട എന്നെനിക്ക് ഫീൽ തോന്നാറുണ്ട്. ബട്ട് എനിക്കിതിപ്പോൾ ഇല്ലാത്തപ്പോൾ എനിക്ക് ഫേസ് ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ തോന്നും. പക്ഷെ ചില സമയത്ത് എനിക്കിങ്ങനെ ഇതില്ലെങ്കിലോ എന്നൊരു ഫീൽ തോന്നും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെയ്തപ്പോൾ തന്നെ തിരിച്ചെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ എനിക്കിപ്പോൾ തുമ്മൽ വരുന്നുണ്ട്. അതോ ഞാൻ വേഗം ഇറക്കട്ടെ? ഓക്കെ. അയ്യോ പെട്ടെന്ന് ഞാൻ തുമ്മലാണ്. ഓക്കെ, കുറച്ച് ചുമ ഒന്നും കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേറെ എടുക്കൂല്ലോ കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം ഫസ്റ്റ് വാങ്ങിയത്. പിന്നെ എനിക്കിങ്ങനെ ഫുള്ള് റിങ്ങില്ലേ, ആ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനവിടെ കണ്ടിച്ചൊരു V പോലത്തെ ഒരു സാധനം ഉണ്ട്. എല്ലാത്തിനും ഫോട്ടോ ഞാൻ അവിടെ കേട്ടോ. അതൊക്കെ ഞാൻ ഭാവിയിൽ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങളാണ്. ഇപ്പം ഞാൻ ഇന്നേ വരെ ഇത് എന്താണ് പറയുക മാറ്റിയിടാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഇത് ഊരി ഞാൻ ഒരു ദിവസം ഊരാനായിട്ടുള്ള റീസൺ എന്ന് പറയണത് ഈ ഒരു ബോൾസ് ഉണ്ടല്ലോ, ഈ ഒരു കുഞ്ഞു കുഞ്ഞു മുത്ത് പോലെ ഇരിക്കുന്നില്ലേ, ഇത് നമുക്ക് അഴിക്കാൻ പറ്റും. ഇത് അഴിച്ചിട്ട് നമുക്കിത് ഊരാനാ പറ്റുന്നത്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഇതിങ്ങനെ താഴെ വീണ് എവിടെ പോയി. ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാനിതാക്കിയിട്ട് ഞാനിങ്ങനെ ചെയ്തപ്പം എനിക്കറിയില്ല, ഇങ്ങനെ ആക്കിയപ്പോൾ ഇതിങ്ങനെ മൂൺ പോലെ കിടക്കുന്നുണ്ടോ. അപ്പം ഇവിടത്തെ ആയിരുന്നു കാണാണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആക്കിയപ്പോൾ അതിങ്ങനെ കയ്യിലേക്ക് വന്നു. പക്ഷെ വേനൊന്നും എടുത്തില്ല. അപ്പം തന്നെ ഞാൻ തിരിച്ചിട്ടു. കണ്ണാടി നോക്കിയിട്ട് സ്വന്തമായിട്ട് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് ഇടാൻ പറ്റും. അപ്പം ഞാനത് ഇട്ടു. പിന്നെ ഞാൻ നോക്കുമ്പം ഇതിൻ്റെ 3 വട്ടം എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു ഇതിൻ്റെ ഈ മുത്ത് പോലത്തെ സാധനം. പക്ഷെ അതൊക്കെ എവിടെയോ എന്തോ കൊണ്ടുവച്ച പോലെ സോഫയുടെ മേലെ ബെഡിൻ്റെ മേലെ അങ്ങനെ 2 പ്രാവശ്യം ബെഡിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അത് കിട്ടി. അപ്പം അതല്ലല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത്
ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പം അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ അവർക്ക് ചെയ്ത വർക്കൊക്കെ നിങ്ങൾ കണ്ട് അതൊക്കെ ഇഷ്ടമായിട്ട് പോയി ചെയ്യുക. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും പെയിനൊക്കെ വരാം. അതുകൊണ്ട് ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ അതങ്ങനെ. പിന്നെ എന്നോട് കുറച്ച് പേര് ഇങ്ങനെ റേറ്റ് ചോദിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഇത് ഞാൻ ചെയ്ത സ്ഥലത്ത്, ഐ മീൻ പച്ചകുത്ത് എന്ന് പറഞ്ഞ ആ ഒരു ടാറ്റൂ സ്റ്റുഡിയോ, ആ ഒരു സ്ഥലത്ത് 1000 rupees ആയിരുന്നു. 500 ഫോർ ദിസ് ഇതിനും, പിന്നെ 500 ഫോർ അത് ചെയ്യാനും എന്നാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ചെയ്തത് 2000, അത്രയേ ഉള്ളൂ. ഇതിപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ആധാർ കാർഡോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകണം. പിന്നെ അവരവിടെ നിന്ന് എഴുതി ഇങ്ങനെ വാങ്ങിക്കും, നമ്മൾ ഇത് ചെയ്യാൻ സമ്മതിക്കുന്നു എന്നുള്ള രീതിയിൽ. അതാണ് വേണ്ടത്, അത്രയേ ഉള്ളൂ. ചെറിയൊരു പ്രൊസീജിയറാണ്. നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിൽ, ഇവിടെ പോവുകയാണെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് പോവാം. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ഐ എം സോ ഹാപ്പി. നെക്സ്റ്റ് എൻ്റെ ഒരു പിയേഴ്സിങ് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ഏതാണെന്നുള്ള ഫോട്ടോ ഞാനിവിടെ ഇടാം. അത് ചെയ്യാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇവിടെ തന്നെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് വീടിന് അടുത്താണ്. അപ്പോൾ പിന്നെ എക്സ്പീരിയൻസ് അവിടെ പോയിട്ടുള്ളൊരു ഇതുള്ളതുകൊണ്ട് ചിലപ്പോൾ അവിടെ ആയിരിക്കും ചെയ്യുന്നത്, ഐ ഡോണ്ട് നോ. എന്നാലും ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.